നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വമ്പൻ പക്ഷിവേട്ട. ഞായറാഴ്ച രാത്രി വിമാനത്തിൽ വന്ന തിരുവനന്തപുരം സ്വദേശികളായ ബിന്ദു, ശരത്ത് എന്നീ യാത്രക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പക്ഷികളെ കണ്ടെത്തിയത്. വേഴാമ്പലുകൾ ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട 14 ഇനം പക്ഷികളാണ് ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, വലിയ പക്ഷിവേട്ടയാണ് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നടന്നിട്ടുള്ളത്. അപൂർവ ഇനത്തിൽപ്പെട്ട 14ഓളം പക്ഷികൾ, അതും വേഴാമ്പൽ ഇനത്തിൽപ്പെട്ടത്. നമുക്കറിയാം, വേഴാമ്പൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ പക്ഷിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പക്ഷികളുടെ കടത്താണ് 2 പേർ ചേർന്ന് നടത്തിയത്. അതിപ്പോൾ അവർ വലയിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ, സാധാരണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണവും ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റുമാണ് നിരന്തരമായി പിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് വൻ പക്ഷിവേട്ട നടന്നിട്ടുള്ളത്. ബീനാറാണിയാണ് വിവരങ്ങൾ നൽകുന്നത്. ഫോൺ ബന്ധം തകരാറിലായിട്ടുണ്ട്. വീണ്ടും ബീനാറാണിയിലേക്ക് നമുക്ക് പോകാം. ഈ അപൂർവ ഇനം പക്ഷികൾ 14 ഇനങ്ങളിൽപ്പെട്ട, നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പക്ഷികൾ, അത് കൃത്യമായി വംശനാശം നേരിടുന്ന പക്ഷികളടക്കമുണ്ട്. വേഴാമ്പലടക്കമുള്ള പക്ഷികൾ അതിലുണ്ട്. ഈ പക്ഷികളെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് എത്തിച്ചതാണ് എന്ന് കരുതുന്നു. എന്തായാലും അപൂർവ ഇനത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള പക്ഷികളെ പിടിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമൊക്കെ വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ്. ആ നിലയിൽ ഇവരെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടല്ലോ ബീനാറാണി. തീർച്ചയായും വിനോദ, ഞായറാഴ്ച രാത്രി തായ്ലാന്റിൽ നിന്നെത്തിയ ഒരു വിമാനത്തിലാണ് ഇത്തരത്തിൽ അപൂർവ പക്ഷികളെ കണ്ടെത്തിയത്. തിരുവനന്തപുരം സ്വദേശികളായ ബിന്ദു, ശരത്ത് എന്നീ യാത്രക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാണ് കസ്റ്റംസ് ഇത്തരമൊരു ബാഗേജ് പരിശോധനയിലേക്ക് നീങ്ങിയത്. അപ്പോഴാണ് ബാഗിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ ചിറകടി ശബ്ദം കേട്ടത്. തുടർന്ന് കസ്റ്റംസിന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ചില കാഴ്ചകളാണ് കണ്ടത്. വേഴാമ്പലുകൾ ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട 14 പക്ഷികളാണ് ഈ ബാഗേജിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള പക്ഷികൾ ഉണ്ടെന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നു. ഇതിൽ ചിലത് വേട്ടയാടി ഭക്ഷണം പിടിക്കുന്നതും ചിലത് ഭക്ഷണം കൊടുക്കേണ്ടതുമായ പക്ഷികളാണെന്നും കസ്റ്റംസ് ഇപ്പോൾ പറയുന്നുണ്ട്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. 75,000 രൂപ പ്രതിഫലത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പിന്നീട് പ്രതികൾ സമ്മതിച്ചതായും കസ്റ്റംസ് പറയുന്നുണ്ട്. എന്തായാലും കസ്റ്റംസും വനംവകുപ്പും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നടപടികൾക്ക് ശേഷം പക്ഷികളെ റീ എക്സ്പോർട്ട് ചെയ്യും, അതായത് ഇതിന്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർമാരുടെയും മറ്റു പക്ഷി വിദഗ്ധരുടെയും പരിചരണത്തിലാണ് ഈ അപൂർവ ഇനത്തിലുള്ള പക്ഷികൾ ഉള്ളത്. വിദഗ്ധ പരിശോധനകൾക്കും തുടർ നടപടികൾക്കുമായാണ് കസ്റ്റംസ് വനം വകുപ്പിന് കൈമാറിയത്. എന്തായാലും കസ്റ്റംസും വനം വകുപ്പും ചേർന്നായിരിക്കും ഇതിന്റെ തുടരന്വേഷണം നടത്തുക. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് സ്വർണവും ഇലക്ട്രോണിക് സാധനങ്ങളും മാത്രമാണ് പിടിച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇത് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വേറിട്ടൊരു അനുഭവമായി മാറിയതായും കസ്റ്റംസ് അധികൃതർ പറയുന്നുണ്ട്. വിനോദേ, തീർച്ചയായും 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള പക്ഷികൾ. അപ്പോൾ ഈ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കുമെന്നാണ് വനം വകുപ്പിന് ഇത് കൈമാറി? വനം വകുപ്പ് ഈ പക്ഷികളെ സംരക്ഷിക്കുമോ? അത് മാതൃരാജ്യത്തേക്ക് അതിനെ അയക്കുമെന്നൊക്കെ പറഞ്ഞാലും ഇതിനെ അത്തരത്തിൽ അയച്ചാൽ ഇതിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുമോ? അത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ബീനാറാണി? വിനോദ, ഇപ്പോൾ ഈ പിടിച്ചെടുത്ത പക്ഷികൾ, അതായത് ഈ യാത്രക്കാരുടെ ബാഗേജിൽ നിന്ന് പിടിച്ചെടുത്ത ഈ 14 പക്ഷികളും ഡോക്ടർമാരുടെയും മറ്റ് പക്ഷി വിദഗ്ധരുടെയും വിദഗ്ധ പരിചരണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം വനം വകുപ്പും കസ്റ്റംസും നേരിട്ടാണ് ഒരുമിച്ചായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണവും നടത്തുക. എന്തായാലും അതിനുശേഷം നടപടികൾ, അതായത് ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നതേ ഉള്ളൂ. ആ നടപടികളെല്ലാം പൂർത്തിയായ ശേഷം പക്ഷികളെ ഇതിന്റെ മാതൃരാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. അതായത് റീ എക്സ്പോർട്ട് എന്ന ഒരു വാക്കാണ് കസ്റ്റംസ് ഉപയോഗിക്കുന്നത്. എന്തായാലും തിരിച്ച് മാതൃരാജ്യത്തേക്ക് തന്നെ അയക്കേണ്ടി വരുമെന്നാണ് കസ്റ്റംസ് പറയുന്നത്. പക്ഷികളെ വനം വകുപ്പിന് കൈമാറിയതിനു ശേഷമാണ് വിദഗ്ധ പരിചരണത്തിൽ ഇപ്പോൾ പക്ഷികൾ കഴിയുന്നത്. ഒപ്പം തന്നെ യാത്രക്കാരെയും വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അവർ കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. കസ്റ്റംസും വനം വകുപ്പും ചേർന്നാണ് ഇതിന്റെ തുടരന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് 14 ഇനം അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷി കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുവന്ന
രണ്ടുപേർ തിരുവനന്തപുരം സ്വദേശികളായ രണ്ടുപേരെ കസ്റ്റംസ് പിടികൂടുന്നത് 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള അപൂർവ ഇനം പക്ഷികളാണ് ഇത് എന്ന് തിരിച്ചറിയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീന റാണി.